നമ്മുടെ ആനുവൽ എക്സാമിന് ബേസിക് സയൻസ് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 6 താപം നിത്യജീവിതത്തിൽ, ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ്. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ, കൺവെൻഷൻ ആൻഡ് റേഡിയേഷൻ. എന്താ വ്യത്യാസങ്ങൾ? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചാലനം. ഖരവസ്തുക്കളിലൂടെ അല്ലെ സോളിഡ് തന്മാത്രകളിലൂടെ യഥാർത്ഥ സ്ഥാനമാറ്റം കൂടാതെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. അവിടെ എന്താ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല, പകരം എന്താ ചൂടുള്ളതിൽ നിന്ന് ചൂടില്ലാത്ത ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ചൂട് കൂടുതലുള്ളിടത്ത് നിന്ന് ചൂട് കുറവുള്ളിടത്തേക്ക് എന്ത് ചെയ്യും, തന്മാത്രകൾ മാറാതെ എന്താ അവരെ ചൂട് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം എന്താ? ചൂടുള്ള ചായയിലിട്ട സ്പൂൺ ചൂടാവുന്നത് അല്ലെ, സ്പൂണിന്റെ തുഞ്ച് വരെ അങ്ങനെ ചായയിലിട്ടിട്ടുണ്ടെങ്കിൽ ചൂടായി വരും അല്ലെ. സംവഹനം, കൺവെൻഷൻ എന്താണ്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ ചലനം വഴി താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. ഇവിടെ എന്താ സംവഹനത്തിൽ എന്താ സംഭവിക്കുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ദ്രാവകത്തിലും ആവാം വാതകങ്ങളിലൂടെ ആവാം. തന്മാത്രകളുടെ ചലനം വഴി എന്താണ്? താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് കൺവെൻഷൻ. സംവഹനം, ചാലനം എന്ന് പറഞ്ഞാല് എന്താ? ആ ഒരു തന്മാത്രകൾക്ക് മാറ്റം സംഭവിക്കാതെ താപ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഇനി റേഡിയേഷൻ, വികിരണം എന്നാൽ എന്താണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ്. എക്സാമ്പിൾ എന്താ? സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. കണ്ടക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ് വിത്തൗട്ട് ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. അവിടെ എന്താ? പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നില്ല. എക്സാമ്പിൾ എ സ്പൂൺ ഇൻ ഹോട്ട് ടീ. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ്. അവിടെ എന്താ? പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് കൺവെൻഷനിൽ. റേഡിയേഷനോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് ദ നീഡ് ഓഫ് എ മീഡിയം. ഇതിനെന്താ? ആ മീഡിയത്തിന്റെ ആവശ്യമില്ല അല്ലെ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ എന്താ ആവശ്യമില്ല? ആ മീഡിയത്തിന്റെ ആവശ്യമില്ല. എക്സാമ്പിൾ ഹീറ്റ് ഫ്രം ദ സൺ റീച്ചിങ് എർത്ത്. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. കടൽക്കാറ്റും കരക്കാറ്റും എന്താണ്? വാട്ട് ആർ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടാകും. അപ്പൊ എന്ത് ചെയ്യും? അവിടുത്തെ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അപ്പൊ കടലിൽ നിന്നുള്ള തണുത്ത വായു എന്ത് ചെയ്യും? കരയിലേക്ക് വീശും. മനസ്സിലായ? പകൽ സമയത്ത് എന്താണ്? പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടാവും. അപ്പൊ കടലിലെ വെള്ളത്തിന് അത്ര ചൂടുണ്ടാവില്ല. അപ്പൊ അവിടുത്തെ വായുവിനും അധികം ചൂടുണ്ടാവില്ല. അപ്പൊ ചൂടുള്ള വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? കടലിലെ തണുത്ത വായു, അവിടുത്തെ വായുവിനും ചൂട് കുറവായിരിക്കും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും? കരയിലേക്ക് വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. പകൽ സമയത്ത് കര വേഗത്തിൽ ചൂടാകുന്നു. അവിടുത്തെ വായു മുകളിലേക്ക് ഉയരുമ്പോൾ കടലിൽ നിന്നുള്ള തണുത്ത വായു കരയിലേക്ക് വീശുന്നു. അവിടെ നിന്ന് കടലിൽ നിന്നുള്ള തണുത്ത വായു കരയിലേക്ക് വീശുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ ഡേ ലാൻഡ് ഹീറ്റ് അപ്പ് ഫാസ്റ്റർ ദൻ വാട്ടർ അല്ലെ. കരഭാഗം എന്താവും? കടൽ ഭാഗത്തേക്കാളും പെട്ടെന്ന് ചൂടാവും. വാം എയർ എബവ് ലാൻഡ് റൈസ്. അപ്പൊ എന്ത് ചെയ്യും? ചൂടായ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. ആൻഡ് കൂൾ എയർ ഫ്രം ദ സീ ബ്ലോസ് ടുവേഴ്സ് ദി ലാൻഡ്. അപ്പൊ എന്ത് ചെയ്യും? തണുത്ത കാറ്റ് എവിടേക്ക് വീശും? കരയിലേക്ക് വീശും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കടൽക്കാറ്റ് എന്ന് പറയാം. കടലിൽ നിന്ന് വീശുന്ന കാറ്റാണ് എന്ത്? കടൽക്കാറ്റ്. അങ്ങനെ ചിന്തിക്കാം. ഇനി കരക്കാറ്റോ? രാത്രിയാവുമ്പോ എന്ത് ചെയ്യും? കര വേഗത്തിൽ തണുക്കും. അപ്പൊ എന്ത് ചെയ്യും? കടലിലെ വായു അപ്പൊ എന്താവും? ചൂടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? കരയിൽ നിന്നും തണുത്ത വായു എവിടേക്ക് വീശും? കടലിലേക്ക് വീശും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കരക്കാറ്റ് എന്ന് പറയാം. അറ്റ് നൈറ്റ് ലാൻഡ് കൂൾ ഡൗൺ ഫാസ്റ്റർ. രാത്രിയാവുമ്പോ എന്ത് സംഭവിക്കും? കരഭാഗം പെട്ടെന്ന് തണുക്കും. ഏതിനേക്കാളും? വാട്ടറിനേക്കാളും പെട്ടെന്ന് ലാൻഡ് തണുക്കും. ദെൻ കൂൾ എയർ ഫ്രം ദ ലാൻഡ് ബ്ലോ ടുവേഴ്സ് ദി സീ. അപ്പൊ എന്ത് ചെയ്യും? കരയിൽ നിന്നും കാറ്റ് എങ്ങോട്ട് വീശും? കടലിലേക്ക് വീശും. കരയിൽ നിന്നും വീശുന്ന കാറ്റാണ് ആര്? കരക്കാറ്റ്. സെറ്റല്ലേ? തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കാനുള്ള കാരണം എന്തെല്ലാം? വൈ ഈസ് മെർക്കുറി യൂസ്ഡ് ഇൻ തെർമോമീറ്റേഴ്സ്? മെർക്കുറി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ദ്രാവക ലോഹമാണ്. മെർക്കുറി എന്താണ്? ഒരു ദ്രാവക ലോഹമാണ്. അതിനെന്താണ്? തിളക്കമുണ്ട്. പിന്നെ അതെന്താ? ഗ്ലാസ്സിലൊട്ടൂല.
ലോഹത്തിന്റെ പ്രത്യേകത എന്താണ്? ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹമാണ് അതെന്താ ഗ്ലാസ്സിലോട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ ഷൈനി ആൻഡ് ഡസ് നോട്ട് സ്റ്റിക്ക് ടു ദ ഗ്ലാസ് ട്യൂബ്. അതെന്താ തിളക്കമുള്ളതാണ്. അതെന്താണ്? ഗ്ലാസ്സിലോട്ടില്ല. നോട്ട് സ്റ്റിക്ക് ടു ദ ഗ്ലാസ്, അത് ഗ്ലാസ്സിൽ ഒട്ടത്തില്ല. ഇറ്റ് എക്സ്പാൻഡ് യൂണിഫോംലി വിത്ത് ഹീറ്റ്. അതുകൊണ്ട് തന്നെ എന്താ ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് റിമെയിൻ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടറുകളും ഇൻസുലേറ്ററുകളും. കണ്ടക്ടറുകൾ എന്ന് പറഞ്ഞാൽ എന്താ? താപത്തെ കടത്തിവിടുന്നവ, അല്ലെ? ചൂട് കടത്തിവിടുന്നവയാണ് എന്ത്? കണ്ടക്ടർ. എക്സാമ്പിൾ ചെമ്പ്, ഇരുമ്പ്, അലുമിനിയം, അതൊക്കെ എന്താ? കണ്ടക്ടറാണ്. അതൊരു സൈഡിൽ ചൂടാക്കി കഴിഞ്ഞ് നമ്മൾ പറഞ്ഞല്ലേ അത് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ചൂടിനിങ്ങനെ കടത്തിവിട്ടിട്ട് അറ്റത്ത് തൊട്ടാലും എന്തായിരിക്കും? ചൂടുണ്ടായിരിക്കും. അവയാണ് എന്ത്? കണ്ടക്ടറുകൾ. ഇൻസുലേറ്ററുകളോ താപത്തെ കടത്തിവിടാത്തവയാണ്. എക്സാമ്പിൾ ഏതാ? മരം, പ്ലാസ്റ്റിക്, റബ്ബർ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ദാറ്റ് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം. അനുവദിക്കുക, ഹീറ്റ് പാസ് ത്രൂ ദം. അവയിലൂടെ എന്താ? ഹീറ്റിനെ കടത്തിവിടാൻ അനുവദിക്കുന്നവയാണ് എന്തെന്ന് പറയാ? കണ്ടക്ടർ. എക്സാമ്പിൾ അയൺ, കോപ്പർ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാലോ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം. അവ എന്ത് ചെയ്യില്ല? ഹീറ്റിനെ കടത്തിവിടാൻ സമ്മതിക്കില്ല. എക്സാമ്പിൾ വുഡ്, പ്ലാസ്റ്റിക്. എന്താണ് താപം? താപം എന്നത് ഒരു തരം ഊർജ രൂപമാണ്, അല്ലെ? ഉയർന്ന താപനിലയുള്ള വസ്തുവിൽ നിന്ന് എന്ത് ചെയ്യും? താഴ്ന്ന താപനിലയുള്ള വസ്തുവിലേക്ക് അത് ഒഴുകുന്നു. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ് ഫ്ലോ ഫ്രം എ ബോഡി അറ്റ് ഹയർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. ഉയർന്ന ടെമ്പറേച്ചർ ഉള്ളിടത്ത് നിന്ന് എന്ത് ചെയ്യും? താഴ്ന്ന ടെമ്പറേച്ചർ ഉള്ളിടത്തേക്കാണ് അത് ഒഴുകുന്നത്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്, അല്ലെ? വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ തെർമോമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? എന്തൊക്കെയാ അതിന്റെ യൂണിറ്റുകൾ? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. എന്തൊക്കെയാ? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. താപത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. താപത്തിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ. താപനില അളക്കുന്ന ഉപകരണം എന്താണ്? തെർമോമീറ്റർ, അല്ലെ? ഇൻസ്ട്രുമെന്റ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ, തെർമോമീറ്റർ. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഖരവസ്തുക്കളിലെ താപപ്രസരണ രീതി ഏതാ? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സോളിഡ്, ചാലനം, അല്ലെ? കണ്ടക്ഷൻ. എന്താ? ചാലനം. അതിൽ തന്മാത്രകൾക്ക് എന്ത് സംഭവിക്കുന്നില്ല? മാറ്റം സംഭവിക്കാതെയാണ് ഹീറ്റ് മാത്രമാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം സഞ്ചരിക്കുന്ന രീതിയാണ് ഏത്? സംവഹനം, കൺവെൻഷൻ, അല്ലെ? കൺവെക്ഷൻ. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ലിക്വിഡ് ഓർ ഗ്യാസ് എന്താ? കൺവെക്ഷൻ, അല്ലെ? സംവഹനം. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന രീതിയാണ് എന്ത്? വികിരണം, റേഡിയേഷൻ. നമ്മൾ പറഞ്ഞല്ലേ മീഡിയത്തിന്റെ ആവശ്യമില്ല. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന രീതിയാണ് എന്ത്? റേഡിയേഷൻ, വികിരണം. താപനിലയുടെ അന്താരാഷ്ട്ര യൂണിറ്റ് ഏത്? SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ, കെൽവിൻ. താപത്തിന്റെ യൂണിറ്റ് ജൂൾ. താപത്തെ നന്നായി കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ മെറ്റീരിയൽസ് ദാറ്റ് അലോ ഹീറ്റ് ഫ്ലോ ഏതാ? ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ലിക്വിഡ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ ഏതാ? മെർക്കുറി, അല്ലെ? തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് എന്ത്? മെർക്കുറി. താപത്തെ കടത്തിവിടാത്ത പദാർത്ഥങ്ങൾ ഏതാ? മെറ്റീരിയൽസ് ദാറ്റ് ബ്ലോക്ക് ഹീറ്റ് ഫ്ലോ ഏതാ? ഇൻസുലേറ്റർ, താപരോധികൾ, ഇൻസുലേറ്റേഴ്സ്. വെളുത്ത വസ്ത്രങ്ങൾ താപത്തെ എന്ത് ചെയ്യുന്നു? വൈറ്റ് ക്ലോത്ത്സ് ഡു വാട്ട് ടു ഹീറ്റ്? എന്ത് ചെയ്യും? റിഫ്ലക്റ്റ്, പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ വസ്ത്രത്തെ എന്തായി തോന്നുന്നത്? വെള്ളയായി തോന്നുന്നത്. കറുത്ത വസ്ത്രങ്ങൾ താപത്തെ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് ക്ലോത്ത് ഡു വാട്ട് ടു ഹീറ്റ്? എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. കറുത്ത വസ്ത്രങ്ങൾ എന്ത് ചെയ്യും? താപത്തെ അബ്സോർബ് ചെയ്യുന്നു. ചൂടുകാലത്ത് നമ്മൾ എന്താ? കറുത്ത വസ്ത്രമാണോ ധരിക്കുക? വെളുത്ത വസ്ത്രമായിരിക്കോ? വെളുത്ത വസ്ത്രങ്ങളായിരിക്കും അല്ലെ ധരിക്കേണ്ടത്. എന്താ? താപത്തെ അത് പ്രതിഫലിപ്പിക്കുകയും കുറച്ചു മാത്രം ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ശരീരം എന്തായാലും തണുപ്പായിരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും സമ്മർ സീസണിൽ ഏത് ക്ലോത്തായി ഇടേണ്ടതെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? വെളുത്ത വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. ചൂടുകാലത്ത് അല്ലെ വേനൽക്കാലത്ത് ഏത് വസ്ത്രമാണ് നമുക്ക് നല്ലതെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? വെളുത്ത വസ്ത്രങ്ങൾ. റീസൺ എന്താണ്? താപത്തെ പ്രതിഫലിപ്പിക്കും. കുറച്ചു മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ആഗിരണം ചെയ്യുള്ളൂ. വൈറ്റ് ക്ലോത്ത്സ് റിഫ്ലക്ട് മോസ്റ്റ് ഓഫ് ദ ഹീറ്റ് അല്ലെ? വൈറ്റ് ക്ലോത്ത് റിഫ്ലക്ട് മോസ്റ്റ് ഓഫ് ദ ഹീറ്റ് ആൻഡ് അബ്സോർബ് വെരി ലിറ്റിൽ. ദിസ് ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദ ബോഡി കൂൾ. അതെന്ത് ചെയ്യും? ശരീരത്തെ തണുപ്പായിരിക്കാൻ സഹായിക്കും. ദിസ് ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ദ ബോഡി കൂൾ.
ശൂന്യാകാശത്ത് താപം സഞ്ചരിക്കുന്നത് എന്താ? വികിരണം വഴിയാണ്, റേഡിയേഷൻ വഴിയാണ്. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് എന്ത്? കടൽ കാറ്റ്. കരയിൽ നിന്നും കടലിലേക്ക് രാത്രി സമയങ്ങളിൽ വീശുന്ന കാറ്റാണ് എന്ത്? കരക്കാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഏതാ? തെർമോമീറ്റർ അല്ലേ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ. എന്തുകൊണ്ടാണ് പാചകം ചെയ്യുന്ന പാത്രങ്ങൾക്ക് ലോഹം ഉപയോഗിക്കുന്നതും അവയുടെ പിടിയിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരം ഉപയോഗിക്കുന്നതും കണ്ടിട്ടില്ലേ? ചായ ഒക്കെ തിളപ്പിക്കുന്ന പാത്രത്തിന്റെ അവിടെ ഒരു പിടി, അപ്പം എന്തായിരിക്കും? നമുക്ക് ചൂട് അങ്ങോട്ട് വരില്ല അല്ലെ, അതിനു വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്താ ആൻസർ ചെയ്താ? ലോഹങ്ങൾ താപചാലകങ്ങളാണ് അല്ലെ, കണ്ടക്ടേഴ്സ് ആണ്. ലോഹങ്ങൾ എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. അതിനാൽ അവ വേഗത്തിൽ ചൂടാവുകയും ഭക്ഷണം വേവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്ലാസ്റ്റിക് മരവും താപരോധികളാണ്. ആരാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇത് ചൂട് നമ്മുടെ കൈകളിലേക്ക് എത്താതിരിക്കാൻ സഹായിക്കുന്നു. മെറ്റൽസ് ആർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് വിച്ച് ഹെൽപ്പ് ഇൻ കുക്കിംഗ് ഫുഡ് ക്വിക്കിലി. നമ്മളെ വേഗത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ആര്? മെറ്റൽസ് സഹായിക്കുന്നു. മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. പ്ലാസ്റ്റിക് ഓർ വുഡ് ആർ ഇൻസുലേറ്റേഴ്സ് വിച്ച് പ്രിവെന്റ് ദ ഹീറ്റ് ഫ്രം റീച്ചിങ് അവർ ഹാൻഡ് അല്ലെ. നമുക്ക് അവിടെ കൈ പിടിക്കുന്ന ഭാഗത്ത് എന്തായിരിക്കില്ല, അപ്പൊ ചൂട് തട്ടില്ല. വിൽ ഹോൾഡ് ദ വെസൽസ്. ചാപ്റ്റർ 7 മനുഷ്യ ശരീരം, ഹ്യൂമൻ ബോഡി എ വണ്ടർ. എന്താ? ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്നുള്ള ചാപ്റ്റർ ആണ്. രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ്? ഹാർട്ട്, ഹൃദയം അല്ലെ. ഓർഗൻസ് ദാറ്റ് പമ്പ് ബ്ലഡ്, എല്ലാവർക്കും അറിയാം അല്ലെ. ഹൃദയമിടിപ്പ് അളക്കുന്ന ഉപകരണം എന്താ? സ്റ്റെതസ്കോപ്പ്. നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് എന്ത്? ഹൃദയമിടിപ്പ് അളക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ടു മെഷർ ദ ഹാർട്ട് ബീറ്റ്, സ്റ്റെതസ്കോപ്പ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ അല്ലെ. ഹീമോഗ്ലോബിൻ എവിടെയാ കാണുന്നത്? റെഡ് ബ്ലഡ് സെൽസിലാണ്, RBCs ആണ് അല്ലെ. ഗീവ് റെഡ് കളർ ടു ബ്ലഡ്, ഹീമോഗ്ലോബിൻ. പിഗ്മെന്റ്, ഏത് പിഗ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താ? ഹീമോഗ്ലോബിൻ. ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാ? വൃക്കകളാണ് അല്ലെ, കിഡ്നി. വൃക്കകളുടെ അടിസ്ഥാന യൂണിറ്റ്, ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നി എന്താ? നെഫ്രോൺ ആണ്. കിഡ്നി എന്തുകൊണ്ടാ? നെഫ്രോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്ന, ശരീരഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ? ധമനികളാണ്, ആർട്ടറീസ് ആണ്. രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ധമനികൾ, ആർട്ടറീസ് ആണ് അല്ലെ. ക്യാരി ബ്ലഡ് അവേ ഫ്രം ഹാർട്ട്. ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആരാണ്? ആർട്ടറീസ് ആണ്. ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? വെയിൻ, സിരകളാണ്. ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് വെയിൻ ആണ്. ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണ്. ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നത് ആരാണ്? വെയിൻ ആണ്. നാഡീവ്യൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്? ന്യൂറോൺ. കിഡ്നിയുടെ എന്താ? നെഫ്രോൺ. നാഡീവ്യൂഹത്തിന്റെയോ നെർവസ് സിസ്റ്റത്തിന്റെയോ ന്യൂറോൺ. രണ്ടും തെറ്റരുത് കേട്ടാ. ശരീരത്തിന്റെ തുലനാവസ്ഥ പാലിക്കുന്നത് ഏത് ഭാഗമാണ്? പാർട്ട് ദാറ്റ് മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. ബാലൻസ് ആയതാ സെറിബെല്ലം. 2 L വരുന്നില്ല, അപ്പൊ ബാലൻസ് അങ്ങനെ ചിന്തിക്കാട്ടാ. സെറിബെല്ലത്തിലാട്ടാ 2 L വരുന്നത്. സെറിബെല്ലം. ഹൃദയമിടിപ്പ്, ശ്വസനം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? ബ്രെയിനിന്റെ ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ. 1 മിനിറ്റിൽ സാധാരണ ഹൃദയമിടിപ്പ് എത്രയാ? നോർമൽ ഹാർട്ട് ബീറ്റ് എത്രയാ? 72 ടൈംസ് ആണ് അല്ലെ. പൾസും ഹാർട്ട് ബീറ്റും സെയിം ആണ്. എത്രയാ? 72 ടൈംസ് പെർ മിനിറ്റ് ആണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് എന്ത്? പ്ലാസ്മ. മൂത്രം ശരീരത്തിന് പുറത്തേക്ക് കളയുന്ന കുഴൽ ഏതാ? യൂറേത്ര. ഏത് ട്യൂബ് ത്രൂ വിച്ച് യൂറിൻ ഈസ് എക്സ്പെൽഡ്? ഏത് ട്യൂബാ? യൂറേത്ര. സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഇഴകൾ, ഫൈബേഴ്സ് ദാറ്റ് ക്യാരി മെസ്സേജ് ടു ദ ബ്രെയിൻ. ഏതാ? നെർവ്സ്, നാഡികൾ. തലച്ചോറിലേക്ക് സന്ദേശം എത്തിക്കുന്നത് ഏത് വഴിയാണ്? നാഡികൾ. ക്യാരിങ് മെസ്സേജ് ടു ദ ബ്രെയിൻ, നെർവ്സ്. ധമനികളും സിരകളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടറീസ് ആൻഡ് വെയിൻ. എന്താണ് ആർട്ടറി? ഹൃദയത്തിൽ നിന്നും ശരീരഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്നതാണ് ആര്? ആർട്ടറീസ്. വെയിനോ? ശരീരഭാഗങ്ങളിൽ നിന്നുമുള്ള രക്തം ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആര്? വെയിൻ. മനസ്സിലായില്ലേ? ആർട്ടറീസ് ക്യാരി ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട് ടു ദ ബോഡി പാർട്സ് അല്ലെ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഹാർട്ടിൽ നിന്നും ബ്ലഡ് എത്തിക്കുന്നതാണ് ആര്? ആർട്ടറീസ്. ആൻഡ് ഹാവ് തിക്ക് വോൾ. അതിനെന്തായിരിക്കും? തിക്ക് വോൾ ആയിരിക്കും. വെയിൻ ക്യാരി ബ്ലഡ് ഫ്രം ബോഡി പാർട്സ് ബാക്ക് ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക്, ബോഡി ഭാഗങ്ങളിൽ നിന്നും ഹാർട്ടിലേക്ക് തിരിച്ച് ബ്ലഡ് എത്തിക്കുന്നതാണ് ആര്? വെയിൻ.
ആൻഡ് ഹാവ് തിൻ വോൾ. അതിനെന്തായിരിക്കും? തിൻ വോൾ ആയിരിക്കും. ആർട്ടറിക്ക് തിക്ക് വോൾ ആയിരിക്കും. വൃക്കകളുടെ പ്രവർത്തനം ലളിതമായി വിവരിക്കുക. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫങ്ഷൻ ഓഫ് ദ കിഡ്നി. എന്താ? രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചെടുക്കുക എന്നതാണ് വൃക്കകളുടെ പ്രധാന ജോലി. ദ കിഡ്നീസ് ഫിൽറ്റർ വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദ ബ്ലഡ്. അല്ലെ, ബ്ലഡിലെ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്യും കിഡ്നി. പിന്നെയോ, രക്തം വൃക്കകളിലൂടെ കടന്നു പോകുമ്പോൾ നെഫ്രോണുകൾ അതിലെ വിഷാംശങ്ങളും അധികമുള്ളവ വെള്ളവും അരിച്ചെടുത്ത് മൂത്രമാക്കി മാറ്റുന്നു. അല്ലെ, ടോക്സിക് സബ്സ്റ്റൻസും എക്സസ് വാട്ടർ എന്താവും? യൂറിനായിട്ട് മാറ്റും. ആര്? നെഫ്രോൺ. കിഡ്നി എന്ന് എഴുതിയാലും മതി. കിഡ്നി എന്തെയും ഫിൽട്ടർ ചെയ്തിട്ട് എക്സസ് വാട്ടറിനെയും ടോക്സിക് സബ്സ്റ്റൻസിനെയും എന്താക്കി മാറ്റും? യൂറിനിലൂടെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. ഇത് ശരീരത്തിലെ ജലാംശം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അല്ലെ, എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളും. അപ്പൊ ഹെൽപ്പിംഗ് ടു മെയിൻറ്റെയിൻ ദ ബോഡീസ് വാട്ടർ ബാലൻസ്. മെയിൻറ്റെയിൻസ് ദ ബോഡി വാട്ടർ ബാലൻസ്. ജലം ക്രമീകരിക്കാൻ, ശരീരത്തിലെ ജലാംശം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മൾ വേറൊരു എക്സ്ക്രീറ്ററി പഠിച്ചിരുന്ന എന്താ? സ്വെറ്റ് ഗ്ലാൻസ്. അല്ലെ, സ്വെറ്റ് ഗ്ലാൻസും എന്താണ്? എക്സസ് ആയിട്ടുള്ള വാട്ടറും സാൾട്ടും പുറന്തള്ളാനാണ് സഹായിക്കുക. പിന്നെന്താ? ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സഹായിക്കും. നമ്മുടെ കിഡ്നിയുടെ പിക്ചർ ഒന്ന് നോക്കിയാൽ യൂറിത്ര ഉണ്ട് അല്ലെ, ഡക്റ്റ് ആണ്. യൂറിൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കിഡ്നിയിൽ നിന്നും യൂറിത്രയിലേക്ക്, യൂറിനറി ബ്ലാഡറിലേക്ക് എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആര്? യൂറിറ്റർ. യൂറിൻ സ്റ്റോർ ചെയ്യുന്നതാണ് ആര്? യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. പിന്നെ റീനൽ വെയിനും ഉണ്ട്, റീനൽ ആർട്ടറിയും ഉണ്ട്. ഹാർട്ടിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്? ഹാർട്ടിൽ നിന്നും ശരീരഭാഗങ്ങളിലേക്ക് ബ്ലഡ് എത്തിക്കുന്നതാണ് ആര്? ആർട്ടറി. പക്ഷെ റീനൽ ആർട്ടറി എങ്ങനെയാണോ? റീനൽ ആർട്ടറി എന്താ ചെയ്യുക? കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കലാണ് ആര് ചെയ്യുക? റീനൽ ആർട്ടറി ചെയ്യുന്നത്. അപ്പൊ റീനൽ വെയിനോ? കിഡ്നിയിൽ നിന്നും ഫിൽട്ടർ ചെയ്ത ബ്ലഡിനെയാണ് ഇങ്ങോട്ട് ശരീരഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആര്? റീനൽ വെയിൻ. അത് തെറ്റിപ്പോവരുത് കേട്ടോ. മറ്റേ ആർട്ടറിയും റീനൽ ആർട്ടറിയും തമ്മിൽ തെറ്റിപ്പോവരുത്. മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങളും ധർമ്മങ്ങളും. സെറിബ്രം എന്തിനാ? ചിന്ത, മെമ്മറി, സംസാരം എന്നിവ നിയന്ത്രിക്കുന്നു. സെറിബെല്ലോ നമ്മ പറഞ്ഞു ബാലൻസ് ചെയ്യാൻ, അല്ലെ, ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താനാണ്. മെഡുല ഒബ്ലോങ്കേറ്റയോ ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ, അല്ലെ, ഇൻവോളണ്ടറി ആക്ഷൻസ് നിയന്ത്രിക്കുന്നു. സെറിബ്രം കൺട്രോൾ ത്രൂ ദ മെമ്മറി. സെറിബെല്ലം മെയിൻറ്റെയിൻ ബോഡി ബാലൻസ് ആൻഡ് കോർഡിനേറ്റ്സ് മസ്കുലാർ ആക്ടിവിറ്റി. മെഡുല ഒബ്ലോങ്കേറ്റ കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് ബീറ്റ്. സർക്കുലേറ്ററി സിസ്റ്റത്തിലാണ് എന്ത് വരുന്നത്? ബ്ലഡ് വെസൽസ്, ഹാർട്ട്. ബ്ലഡിൽ എന്തൊക്കെയാ? പ്ലാസ്മ, WBC എന്താണ്? പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. പിന്നെ RBCയിൽ എന്തുണ്ട്? പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റ് ആണ് ചുവന്ന നിറം നൽകുന്നത് ബ്ലഡിന്. അതാരാ പിഗ്മെന്റ്? ഹീമോഗ്ലോബിൻ അല്ലെ. പിന്നെയോ ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ പറഞ്ഞ ആർട്ടറിയും വെയിനും കാപ്പിലറീസും. ആർട്ടറിയെയും വെയിനെയും കണക്ട് ചെയ്യുന്നതാണ് ആര്? കാപ്പിലറീസ്. പിന്നെയാണ് നമ്മളെ എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഏതൊക്കെയാണ്? കിഡ്നിയും ഉണ്ട്, സെറ്റ് ഗ്ലാൻഡും ഉണ്ട്. പിന്നെ നമ്മളുടെ നെർവ് സിസ്റ്റത്തിൽ എന്തൊക്കെ? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ് അല്ലെ. നെർവ് സിസ്റ്റത്തിൽ വരുന്നതാണ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്തിരിക്കുന്ന ബോണാണ് എന്ത്? സ്കൾ അല്ലെ. അതുപോലെ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്നത് എന്താ? പെരികാർഡിയം. ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്നത് എന്താ? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് എന്ത്? പെരികാർഡിയം. സ്വെറ്റ് ഗ്ലാൻഡ് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഹാർട്ട് ബീറ്റ് നമുക്ക് അറിയാൻ പറ്റുക? നെക്ക്, ബിഹൈൻഡ് ദ നീ, പിന്നെ കൈമുട്ടിന്റെ ഉൾഭാഗം അല്ലെ, ഇൻസൈഡ് ദ എൽബോ, അവിടെ ഒക്കെ തൊട്ടാൽ നമുക്ക് പൾസ് അറിയാൻ പറ്റും. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാ? റെനെ ലെനക്ക് ആണ് അല്ലെ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക് ആണ്.